എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വല്ലാത്തൊരു കാലഘട്ടത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. എന്ന് വെച്ചാൽ കേരളത്തിന് വെളിയിൽ നടക്കുന്നതെന്ന് നമ്മൾ അറിഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ പലതും ഇന്ന് നമ്മുടെ കേരളത്തിൻ്റെ അകത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലല്ലേ, ആ പാർട്ടിക്കാർ വന്നിട്ട് BJP-ക്കാർ വന്നിട്ട് ഒരു ആരാധന തടയുമെന്നൊന്നും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നതല്ല. അതൊക്കെ കേരളത്തിന് വെളിയിലേ നടക്കത്തുള്ളൂ, ഇവിടെ അതൊന്നും നടക്കത്തില്ല എന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചു കൊണ്ടിരുന്നത് അല്ലേ. എന്നാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത സകലതും പലതും നമ്മുടെ അടുത്തോട്ട് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മൾക്ക് ചെയ്യുവാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്? നമ്മൾക്ക് പ്രാർത്ഥിക്കുക, ദൈവത്തിൻ്റെ സംരക്ഷണം തേടുക എന്നുള്ളതല്ലാതെ മറ്റൊന്നും നമ്മൾക്ക് ചെയ്യുവാനായിട്ട് കഴിയത്തില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുക, കരഞ്ഞ് പ്രാർത്ഥിക്കുക. അതല്ലാതെ നമ്മൾക്ക് മറ്റൊന്നും ചെയ്യുവാനായിട്ടില്ല. കാരണം നമ്മളുടെ കരച്ചിലിൻ്റെ മുൻപിൽ മനസ്സലിയുന്ന ഒരു ദൈവം തന്നെയാണല്ലേ. കാരണം നമ്മൾ ഈ ബൈബിൾ എടുത്തിട്ട് ആ ബൈബിൾ എടുത്ത് നമ്മളെ നാണം കെടുത്തുവാൻ, ആ നമ്മളെ തള്ളിക്കളയുവാൻ നമ്മൾ ആരാധിക്കുന്ന ദൈവത്തിന് ഒരിക്കലും കഴിയത്തില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ ആദ്യം തന്നെ തിരിച്ചറിയുക. കാരണം നമ്മൾക്ക് ഒന്നുകൂടി ഒന്ന് വിശ്വാസം ഉറപ്പാക്കണം. ദൈവം നമ്മളെ പരിപാലിക്കുമെന്നുള്ളൊരു ഉറപ്പ് നമ്മളുടെയൊക്കെ മനസ്സിലുണ്ടാകണം. പിന്നെ പ്രാർത്ഥനയാണ് ഒരു ക്രിസ്ത്യാനിയുടെ അല്ലെങ്കിൽ ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് അല്ലേ. പ്രാർത്ഥനയില്ല എങ്കിൽ നമ്മൾ പരാജയപ്പെടുമെന്നുള്ളത് 100% ഉറപ്പാണ്. ഒന്നാമത് നമ്മൾക്കറിയാം, ദൈവത്തെ ആരാധിക്കുന്ന മക്കൾക്കെതിരെ എങ്ങനെയെങ്കിലും അവരെ വീഴ്ത്തിക്കളയാൻ ശത്രു പല വിധത്തിലും ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രാർത്ഥന എന്ന ആയുധവുമായിട്ട് നമ്മൾ മുൻപോട്ട് പോയില്ല എങ്കിൽ എന്താണ്, നമ്മൾ പരാജയപ്പെട്ടു പോകുവാനായിട്ട് ഇടയാകും. അതുകൊണ്ട് ഏത് പരാജയപ്പെട്ട് കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് നമ്മൾക്ക് ജയിച്ചു കയറുവാനും ഈ പ്രാർത്ഥന എന്ന ആയുധം മതി. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഒക്കെ പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകണം. സമയം കിട്ടുമ്പോഴൊക്കെ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകണം. അപ്പോൾ ഞാൻ ഇന്നൊരു 8 വചനങ്ങളൊന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. കാരണം ഈ 8 വചനങ്ങൾ നമ്മൾ പറഞ്ഞ് പ്രാർത്ഥിക്കണം. വചനത്തിൻ്റെ സംരക്ഷണം എന്ന് പറയുന്നത് വലുതാണ്. കാരണം വചനം എന്ന് പറയുന്നത് ദൈവമാണ്. അപ്പോൾ ആ വചനം പറഞ്ഞിട്ട് നമ്മൾ ആ വചനത്തിൻ്റെ സംരക്ഷണം ഏറ്റെടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? നമ്മൾ പ്രതീക്ഷിക്കാത്ത വലിയ സംരക്ഷണം ദൈവം നമ്മൾക്ക് ഒരുക്കുവാനായിട്ട് ഇടയാകും. കാരണം പലപ്പോഴും ഈ അന്തരീക്ഷ മണ്ഡലത്തിൽ അല്ലെങ്കിൽ ആത്മീയ മണ്ഡലത്തിൽ എന്തൊക്കെ നടക്കുന്നു എന്നുള്ളതൊന്നും പലപ്പോഴും നമ്മൾക്കറിയത്തില്ല. കാരണം നമ്മൾക്കറിയാത്ത പലതും നടക്കുന്നുണ്ടാകും, അല്ലെങ്കിൽ നമ്മൾക്കെതിരായ പല ഗൂഢാലോചനകളും നടത്തുന്നുണ്ടാകും. ഇതൊന്നും ഒരുപക്ഷെ നമ്മൾ അറിയുന്നുണ്ടാകത്തില്ല. എന്നാൽ അതിനെയെല്ലാം അറിയുന്ന ദൈവം അതിനെയെല്ലാം തകർത്ത് കളയും. ചിലപ്പോൾ നമ്മൾ പോലും അറിയാതെ ദൈവം അതിനെയെല്ലാം തകർത്ത് കളഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ, ആ വചനം പറയുമ്പോൾ ആ വചനത്തിൻ്റെ സംരക്ഷണം നമ്മൾക്ക് ലഭിക്കുമെന്ന് മാത്രമല്ല, വചനത്തിൻ്റെ ഒരു ഉറപ്പ് നമ്മളിൽ വ്യാപരിക്കും. ഇനി അതുമാത്രമല്ല, വചനം എന്ത് ചെയ്യും? ക്രിയ ചെയ്യും. ആ ദൈവത്തിൻ്റെ വചനം ക്രിയ ചെയ്യുന്നത്, വചനം ദൈവമാണല്ലേ. അപ്പോൾ അത് ക്രിയ ചെയ്യുക തന്നെ ചെയ്യും എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മൾ വചനം അറിയാവുന്നത്രയും വചനങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണം. ഞാൻ ഒരുപാട് വചനങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 8 വചനം നമ്മൾക്ക് തീരെ സമയമില്ല എങ്കിൽ ഈ ഒരു 8 വചനമെങ്കിലും നമ്മൾ പറഞ്ഞ് വിശ്വാസത്തോടെ പറഞ്ഞ് ഏകാഗ്രതയോടെ പറഞ്ഞ് ആ വചനത്തിൻ്റെ സംരക്ഷണം ഏറ്റെടുക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകുക. അപ്പോൾ ഈ ഇൻസ്റ്റൻറ്റ് പ്രെയറൊക്കെ നടത്തുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാനത് മെയിനായിട്ടും പറഞ്ഞു തരുന്നത്. കാരണം ഇത്രയെങ്കിലും പറഞ്ഞൊരു സംരക്ഷണം നമ്മൾ ഏറ്റെടുക്കുവാനായിട്ട് തയ്യാറാകണം. ചുമ്മാ പറഞ്ഞു പോകുകയല്ല ചെയ്യേണ്ടത്, വിശ്വാസത്തോടെ ഏകാഗ്രതയോടെ നമ്മൾ പറയണം. അതല്ല എങ്കിൽ നമ്മൾ ചുമ്മാ ഏതെങ്കിലുമൊക്കെ കഥ പറയുന്നത് പോലെയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചുമ്മാ ഇങ്ങനെ പറഞ്ഞു പോകുന്നത് പോലെ ആകത്തുള്ളൂ. അതുകൊണ്ട് വിശ്വാസത്തോടെ ഏകാഗ്രതയോടെ ആ വചനം പറയുവാനായിട്ട് നമ്മൾ തയ്യാറാകുക. അതിൻ്റെ 1-ാമത്തെ വചനം എന്ന് പറയുന്നത് യേശയ്യാപ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യമാണ്. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? യഹോവയുടെ ആത്മാവ് അവൻ്റെ മേൽ ആവസിക്കും, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിൻ്റെയും ആത്മാവ്, പരിജ്ഞാനത്തിൻ്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ് തന്നെ. അത് നമ്മൾ പറയുക. എന്നിട്ട് പറഞ്ഞിട്ട് പിന്നെ എന്താ നമ്മൾ ചെയ്യേണ്ടത്? അടുത്തത് നമ്മളുടെ തലയിലോട്ട് തന്നെ കൈവച്ചിട്ട് നമ്മൾ പറയുക, യഹോവയുടെ ആത്മാവ് എൻ്റെ മേൽ ആവസിക്കും, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിൻ്റെയും ആത്മാവ്, പരിജ്ഞാനത്തിൻ്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ് തന്നെ. ഇതിങ്ങനെ നമ്മൾ പറഞ്ഞ് അതിൻ്റെ ആ ഒരു സംരക്ഷണവും കവറിങ്ങും ഒക്കെ നമ്മൾ ഏറ്റെടുക്കണം. അപ്പോൾ ഈ ഒരു വചനം ആദ്യം പറയുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് അറിയുമ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ കരത്തിലോട്ട് നമ്മളുടെ കൺട്രോൾ നമ്മളങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് ആരാ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ
കൺട്രോൾ ചെയ്യുവാനായിട്ട് ഇടയാകും. അപ്പോൾ ഒന്നാമത്തെ വചനം അതാണ്. ഇനി അടുത്തത് 1 പീറ്റർ 5:7, 1 പത്രോസ് 5:7. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകരവും അവൻ്റെ മേലിട്ടുകൊള്ളുവിൻ എന്നാ പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ അത് ദൈവത്തിൻ്റെ വലിയൊരു ആശ്വാസ വചനമല്ലേ. പലപ്പോഴും നമ്മൾ ഭാവിയെക്കുറിച്ച് അല്ലെങ്കിൽ നാളെയെക്കുറിച്ച് ഇന്നിനെക്കുറിച്ചൊക്കെ നമ്മളിങ്ങനെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഭാരപ്പെടുന്നതിൻ്റെ ഇടയ്ക്കും ദൈവം നമ്മൾക്ക് തരുന്ന ഉറപ്പാണ്, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകരവും അവൻ്റെ മേലിട്ടുകൊള്ളുവിൻ. അപ്പോൾ നമ്മളിങ്ങനെ ചിന്തിച്ച് നമ്മളില്ലാത്ത രോഗങ്ങളും ഒന്നും നമ്മൾ വരുത്തി വെക്കേണ്ട കാര്യമില്ല, നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഈ വചനം അങ്ങ് ഉറച്ചു വിശ്വസിച്ച് കഴിഞ്ഞാൽ ആ വചനപ്രകാരം തന്നെ നമ്മളുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുവാനായിട്ട് ഇടയാകും എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെ നമ്മൾ തിരിച്ചറിയുക. ഇനി മൂന്നാമത്തെ വചനം സങ്കീർത്തനം 91:16. അപ്പോൾ അതെന്താണ്? ദീർഘായുസ് കൊണ്ട് ഞാനവന് തൃപ്തി വരുത്തും. കാരണം ഈ ദീർഘായുസ് എന്ന് പറയുന്നത് ദൈവം തരുന്നതാണ്, അത് മറ്റാർക്കും തരുവാനായിട്ട് കഴിയത്തില്ല. എവിടെയെങ്കിലും ശാസ്ത്രം ഒത്തിരി പുരോഗമിച്ചു അല്ലേ, നമ്മുടെ എല്ലാത്തിനും അവർ ചികിത്സയുണ്ട്, അതുണ്ട്, ഇതുണ്ടെന്നൊക്കെ പറയുന്നു. പക്ഷെ പറയുന്ന പലതും പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, പലതും കണ്ടുപിടിക്കുവാൻ പോലും അവർക്ക് പറ്റുന്നില്ല. അപ്പോൾ ഓർക്കുകയും, പക്ഷേ ആരും ഒരു വാക്കുകൊണ്ട് പോലും പറഞ്ഞിട്ടില്ല ദീർഘായുസിനെ കുറിച്ച്. ദീർഘായുസ് ഒരു മനുഷ്യന് ഉണ്ടാക്കി കൊടുക്കാനും ഒരു ശാസ്ത്രജ്ഞനും കണ്ടുപിടിച്ചിട്ടുമില്ല, ഇനിയൊട്ട് കണ്ടുപിടിക്കാൻ പോകുന്നുമില്ല എന്നുള്ളതാണ് ഇതിനകത്തെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ദീർഘായുസ് നമ്മൾക്ക് തരുവാൻ ആർക്കേ അധികാരമുള്ളൂ? നമ്മൾക്ക് ജീവൻ തന്നവനെ അധികാരമുള്ളൂ അല്ലേ. അപ്പോൾ അതുകൊണ്ട് ആ ദൈവത്തിനോട് നമ്മൾ പ്രാർത്ഥിക്കുക, ദീർഘായുസ് കൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും. എന്ന് വെച്ചാൽ ദീർഘായുസ് ഓരോ ഭക്തനും ദൈവം തരുന്ന ഒരു അനുഗ്രഹമാണ്, അത് നമ്മളുടെ ജീവിതത്തിൽ ദൈവം തരുവാനായിട്ട് ഇടയാകും. അപ്പോൾ ഈ വചനം പറഞ്ഞ് ആ ഒരു ദീർഘായുസിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുവാനായിട്ട് തയ്യാറാകുക. ഓക്കെ, ഇനി അടുത്തതും പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യം. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. നമ്മൾക്കറിയാം, ഒരു വിധത്തിൽ അല്ലെങ്കിൽ 1, 2 ചെറുതും വലുതുമൊക്കെ ആയിട്ടുള്ള രോഗങ്ങളിലൂടെയാണ് നമ്മൾ അല്ലെങ്കിൽ നമ്മളുടെ പ്രിയപ്പെട്ടവരൊക്കെ കടന്നു പോകുന്നത് അല്ലേ. നമ്മൾക്ക് അല്ലെങ്കിൽ നമ്മളുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ചെറിയ ജലദോഷം വന്നാൽ പോലും നമ്മൾക്കൊരു ചെറിയ അസ്വസ്ഥതയാണ് അല്ലേ. നമ്മൾക്കും അസ്വസ്ഥതയാണ്, അവർക്കും അസ്വസ്ഥതയാണ്. അങ്ങനെ ആകെപ്പാട് ഒരു ടെൻഷൻസ് എന്ന് വെച്ചാൽ ഒരു ചെറിയ ജലദോഷമൊന്നും വരത്തില്ലെന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുക, ഞാൻ പറഞ്ഞത് ഏത് രോഗം വരാതിരിക്കുവാനും നമ്മൾ മുൻകൂറായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. എന്താ അവൻ എന്താണ്? ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു. ഓക്കെ, അപ്പോൾ ആ വചനം നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ട് ആ വചനത്തിൻ്റെ സംരക്ഷണവും അനുഗ്രഹവും നമ്മൾ ഏറ്റെടുക്കുവാനായിട്ട് തയ്യാറാകുക. ഏതെങ്കിലുമൊക്കെ രോഗത്തിൻ്റെ അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾക്കറിയാം പ്രാർത്ഥിക്കുവാൻ പോലും പറ്റാതെ വരുമല്ലേ. അപ്പോൾ നമ്മൾ ഈ വചനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. എന്താ പറയുക? ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു, അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇനി അടുത്തത് ഏഷ്യാപ്രവാചകന്റെ പുസ്തകം 54-ാം അധ്യായം 17-ാമത്തെ വാക്യം. ഇത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന ഒരു വചനമാണ്. എന്താണ്? നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല, ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും അല്ലേ. നമ്മൾക്കറിയാം, നമ്മൾ അറിയാതെ തന്നെ ശത്രുവായ വ്യക്തികളും ഒക്കെ ചേർന്ന് നമ്മൾക്ക് വിരോധമായിട്ട് പലതും അവർ പ്ലാൻ ചെയ്യുന്നുണ്ടാകും, പല ആയുധങ്ങളും ഒരുക്കുന്നുണ്ടാകും. നമ്മൾക്ക് അറിഞ്ഞുകൂടാ ഇവരെന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊന്നും നമ്മൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്തതായിരിക്കും പലതും ഇവർ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു വിഷയം നമ്മളുടെ ജീവിതത്തിലോട്ട് വരുന്നതിന് മുൻപേ ആ ഒരു വചനത്തിൻ്റെ സംരക്ഷണം നമ്മൾ ഏറ്റെടുക്കണം. എന്ന് വെച്ചാൽ ശത്രുവായവൻ അവൻ്റെ പാളയത്തിൽ നമ്മൾക്കെതിരെ ഒരുക്കുന്ന ആയുധം ഇങ്ങോട്ട് വരുന്നതിന് മുൻപേ തന്നെ ദൈവത്തിൻ്റെ വചനം കടന്നു ചെന്ന് അതിനെ തകർത്ത് കളയണം. അപ്പോൾ ഏഷ്യാപ്രവാചകന്റെ പുസ്തകം 54-ാം അധ്യായം 17-ാമത്തെ വാക്യം എന്താ പറഞ്ഞിരിക്കുന്നത്? നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല, ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി നിൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും. അപ്പോൾ ഈ ഒരു വചനം പറഞ്ഞിങ്ങനെ പ്രാർത്ഥിക്കുക. ഇനി അടുത്തത് എന്താണ്? ഏഷ്യാപ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. അത് പറയുകയാണ്, ഞാൻ ഇന്നലെ പറഞ്ഞ വചനം അല്ലേ. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. അപ്പോൾ ഈ വചനവും പറഞ്ഞ് അതിനകത്തെ സകല സംരക്ഷണങ്ങളും നമ്മൾക്ക് ലഭിക്കുവാൻ നമ്മൾ ഈ വചനം വെച്ച് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുവാനായിട്ട് തയ്യാറാകുക. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യം. അതെന്താണ്? അത് ഭയങ്കര ഒരു പവർഫുൾ ആയിട്ടുള്ള വചനമാണ്. എന്ന് വെച്ചാൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളതാണ്. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഈ ലോകത്തിൽ നമ്മൾക്കറിയാം ഓരോ സംഭവങ്ങളും സമാധാനത്തെ കെടുത്തിക്കൊണ്ടിരിക്കുകയല്ലേ. നമ്മളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതത്തിലാണെങ്കിൽ പോലും അത് നമ്മളുടെ സമാധാനത്തെ കെടുത്തിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ആ ബിനു പാസ്റ്ററിൻ്റെ ചർച്ചിൽ നടന്ന സംഭവം, അത് ക്രിസ്ത്യാനികൾക്കൊക്കെ ഒരു ഭയം അല്ലെങ്കിൽ ഒരു ആശങ്ക ഉണർത്തുന്ന ഒരു സംഭവമാണ്. കാരണം
ആരാധന തടയുകയാണ്. തെറ്റെന്ന് വിളിച്ചു പറഞ്ഞ് അതിന് നിയമപരമായ കാര്യങ്ങളിലോട്ടൊക്കെ അത് പോകട്ടെ. പക്ഷെ ആരാധന തടയുക എന്നൊക്കെ പറഞ്ഞാലും അത് നമ്മൾക്ക് ഒരിക്കലും അംഗീകരിക്കുവാനായിട്ട് പറ്റുന്ന കാര്യമല്ല, അല്ലേ? അപ്പോൾ എന്താണ്, നമ്മൾക്ക് സമാധാനമാണ് ഏറ്റവും പരമപ്രധാനമായിട്ട് വേണ്ടുന്നത്. അപ്പോൾ ഈ സമാധാനം തരുവാൻ ആർക്കേ കഴിയത്തുള്ളൂ? സമാധാനത്തിൻ്റെ പ്രഭുവായ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. ലോകം ഒരിക്കലും നമ്മൾക്ക് സമാധാനം തരത്തില്ല, ലോകം ഒരിക്കലും നമ്മൾക്ക് അനുകൂലമാകത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് പ്രാർത്ഥിക്കണം? സമാധാനത്തിൻ്റെ പ്രഭുവായ ദൈവത്തോടും അങ്ങയുടെ സമാധാനത്താൽ എന്നെ ഒന്ന് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ ഈ വചനം പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുക, എന്താണ്? എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് പറഞ്ഞിട്ട് ആ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഇനി അടുത്തതും എട്ടാമത്തെ വചനം അതെന്താണ്? സങ്കീർത്തനം 91:10 അത് പറഞ്ഞിരിക്കുകയാണ്. ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല. അല്ലെ, ഇത് നമ്മളോട് ദൈവം പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തമാണ്. ദൈവം നമ്മളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രൊട്ടക്ഷൻ നമ്മൾക്കുണ്ടെങ്കിൽ എന്താണ്? ഒരനർത്ഥവും നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല, ഒരു ബാധയും നമ്മളുടെ കൂടാരത്തോട് അടുക്കത്തില്ല. അപ്പോൾ ഈ വചനം പറഞ്ഞപ്പോൾ ഞാനൊരു 8 വചനം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നതാണ്. നിങ്ങൾക്കറിയാവുന്ന വചനങ്ങളൊക്കെ പറഞ്ഞോണം. ഞാൻ തന്നെ ഒരുപാട് വചനങ്ങൾ പല വീഡിയോകളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഞാൻ പറഞ്ഞത് ഒരു ഇൻസ്റ്റൻ്റായിട്ട് എല്ലാ ദിവസവും ഇത്രയുമെങ്കിലും ഈ 8 വചനങ്ങളെങ്കിലും നമ്മളൊന്ന് മനഃപ്പാഠമാക്കി നമ്മളുടെ ജീവിതത്തിൽ ഇങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം. ആദ്യം മനഃപ്പാഠമാക്കുക എന്ന് പറയുന്നത് നടക്കുന്നതല്ല. അപ്പോൾ നമ്മളിതൊരു ഡയറിയിലോ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ട് നമ്മളിങ്ങനെ അത് പറഞ്ഞുകൊണ്ട് നടക്കണം. എന്തെങ്കിലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴോ ഒക്കെ ആണെങ്കിലും നമ്മൾക്ക് ഈ വചനം പറയാം, അല്ലേ? അപ്പോൾ ഈ വചനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. ഡ്രൈവ് ചെയ്യുന്ന സമയത്ത്, യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾക്ക് ഈ വചനം ഇങ്ങനെ പറയുവാനായിട്ട് പറ്റണം. അപ്പോൾ നമ്മളിതൊരു പേപ്പറിലോ അല്ലെങ്കിൽ ഒരു ഡയറിയിലോ ഒക്കെ എഴുതി വെച്ചിട്ട്, ഒരു കൊച്ചു ഡയറി മതി, വചനമൊക്കെ എഴുതാൻ ഒരു കൊച്ചു ഡയറി ഉണ്ടാക്കണം. ഇതുപോലെ നമ്മൾ മനഃപ്പാഠം പഠിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു പോക്കറ്റ് ഡയറി പോലെ. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ എഴുതി വെച്ചിട്ട് നമ്മളിങ്ങനെ ഈ വചനങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കിടക്കണം. അപ്പോൾ ഈ 8 വചനങ്ങളെങ്കിലും മിനിമം ഒരു ദിവസം നമ്മളുടെ കൂട്ടത്തിൽ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാനായിട്ട് തയ്യാറാകുക. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് 91 സങ്കീർത്തനമൊന്നും മുടക്കരുത്, 23 മുടക്കരുത്, 121 മുടക്കരുത്. അതൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സംരക്ഷണവും വിടുതലും അനുഗ്രഹവും എല്ലാം ദൈവം നമ്മൾക്ക് തരുവാനായിട്ടിടയാകും. ദൈവമല്ലാതെ നമ്മൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുവാൻ മറ്റാരുമില്ല എന്ന് നമ്മൾ തിരിച്ചറിയുക. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.